ഇന്നലെയായിരുന്നു കുപ്രസിദ്ധ ഗുണ്ടാ നേതാവായ ഓം പ്രകാശിനെ പിടികൂടിയത്. എന്നാൽ ഈ ഓം പ്രകാശിനെ കാണാനെത്തിയത് സിനിമയിലെ മുൻനിര താരങ്ങളായ പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് ഭാസിയും എന്നാണ് പിന്നീട് ലഭിച്ച വിവരം. ഇപ്പോഴിതാ മാധ്യമത്തിന് മുന്നിൽ ആദ്യമായി പ്രതികരിക്കുകയാണ് പ്രയാഗ മാർട്ടിൻ. ഓം പ്രകാശ് ആരാണെന്ന് തനിക്ക് അറിയില്ല എന്നാണ് നടി പ്രയാഗ മാർട്ടിൻ ആദ്യമേ പറയുന്നത്. ഇന്നലെ രാവിലെ കോഴിക്കോട് നിന്നെത്തി ഉറങ്ങി എണീറ്റപ്പോൾ ഒരു മീഡിയയിൽ നിന്നും വിളിച്ച് ഓം പ്രകാശിനെ കുറിച്ച് ചോദിച്ചു. അത് ആരാണെന്ന് പോലും തനിക്കറിയില്ല. പിന്നാലെ മാധ്യമങ്ങൾ വിളി തുടർന്നതോടെയാണ് വാർത്തകൾ നോക്കി അയാൾ ആരാണെന്ന് കണ്ടെത്തിയത് പോലും. കൊച്ചിയിലെ ഹോട്ടൽ പോകാനുണ്ടായ കാരണത്തെക്കുറിച്ചും പ്രയാഗ സംസാരിക്കുന്നുണ്ട്. താൻ ക്രൗൺ പ്ലാസ ഹോട്ടൽ പോയത് തന്റെ സുഹൃത്തുക്കൾക്കൊപ്പം അവരുടെ സുഹൃത്തുക്കളെ കാണാനാണ്. അന്നൊരു ഉദ്ഘാടനത്തിനായി തനിക്ക് കോഴിക്കോടും പോകണമായിരുന്നു. അതിനാൽ സ്യൂട്ട് റൂമിൽ കിടന്ന് ഉറങ്ങുകയാണ് ചെയ്തത്. എന്നിട്ട് 7 മണിക്ക് താൻ വന്ദേ ഭാരതിൽ കോഴിക്കോടേക്കും പോയി. ഓം പ്രകാശിനെ താൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല. സിനിമയിൽ നിന്നും ഞാനിപ്പോൾ ബ്രേക്ക് എടുത്തത് കൊണ്ട് തന്നെ തിരിച്ചുവരവിനായി ഡയറ്റിങ്ങിലാണ്. ലഹരി ഒന്നും ഉപയോഗിക്കാറുമില്ല. തന്നെ ചോദ്യം ചെയ്യാൻ പോലീസും ഇതുവരെ എന്നെ വിളിച്ചിട്ടോ ഒരു കാരണം അന്വേഷിച്ചിട്ടോ വന്നിട്ടുമില്ല. ഇപ്പോൾ പ്രചരിക്കുന്നതെല്ലാം തെറ്റായ വാർത്തകളാണെന്നും അതുകൊണ്ടാണ് താനിപ്പോൾ പ്രതികരിച്ച് രംഗത്ത് വന്നുവെന്നും പറയുന്നത്. എനിക്ക് ഇത് തന്നെയാണ് പോലീസിനോടും പറയാനുള്ളത്. അതേസമയം 20ഓളം അഭിനേതാക്കളാണ് ഓം പ്രകാശിന്റെ മുറിയിൽ എത്തിയിരുന്നുവെന്നും അതിൽ 2 പേർ മാത്രമാണ് പ്രയാഗയും ശ്രീനാഥ് ഭാസിയും എന്നാണ് ഇപ്പോൾ പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ്. മാത്രമല്ല ആരാണ് ബാക്കി 18 പേരും, വേറെ ഏതെങ്കിലും സിനിമാ താരങ്ങൾ ഉൾപ്പെടെ ഉള്ളവർ ഉണ്ടോ എന്നുള്ള അന്വേഷണവും നടക്കുകയാണ്.